വീട്ടിലും പോയി മുട്ടുന്നത് ഓരോ വീട്ടുകാർ വന്നാൽ അവരുടെ കാലി വീണ് നമസ്കരിച്ചുകൊണ്ട് നാമം ജപിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന രണ്ട് മഹാപുരുഷന്മാരാണ്. ആരോ? ഒന്ന് നിത്യാനന്ദ പ്രഭു, ബലരാമന്റെ അവതാരം, ഇനിയൊന്ന് ഹരിദാസ് ഠാക്കൂർ. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ജഗായി മതായി എന്ന് പറയുന്ന രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും അസുരന്മാർക്ക് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നാമം ജപിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നാമജപം കേട്ട ഉടനെ അവർക്ക് ദേഷ്യം ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കോ, നിർത്തുവോ എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മനസ്സിനകത്ത് കൃഷ്ണന്റെ നാമം കേൾക്കാനുള്ള ഒരു നല്ല മനസ്സ് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവർ ഒരുപാട് പരിശുദ്ധിയാകാൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരും നമ്മൾ കണ്ടു കാണും. അപ്പോ ഇങ്ങനത്തെ അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ എടുത്താണ് ആര് കാരുണ്യം കൊടുക്കാൻ പോയി? ഇവര് രണ്ടുപേരെയും ജഗായി മതായി ജഗായി കള്ള് കുടിച്ചിട്ട് ആ കള്ള് പാത്രം കൊണ്ട് എറിഞ്ഞ് തല പൊട്ടി നിത്യാനന്ദ മഹാപ്രഭുടെ. അങ്ങനെ നിത്യാനന്ദ മഹാപ്രഭുടെ തലയിൽ നിന്ന് ബ്ലഡ് ഒലിച്ചതും ഹരിദാസ് ഠാക്കൂർ വിളിക്കും, കരയുമ്പോ ഈ ശബ്ദം ആർക്ക് കേൾക്കും? ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. ഇങ്ങനെ ഒരു ഭക്തന് എന്താ പറയാ, അപരാധം ചെയ്തു എന്ന് ഈ കേട്ടാൽ, പാപം ചെയ്താൽ ഭഗവാന്റെ നിന്ന് പണിഷ്മെന്റ് ഉടനെ കിട്ടില്ല. പക്ഷെ അപരാധം ചെയ്താൽ ഇമീഡിയറ്റ് ആയിട്ട് പണിഷ്മെന്റ് കിട്ടും. അപരാധത്തിന് നാളെ പണിഷ്മെന്റ് മാറ്റി വെക്കില്ല, അത് ഉടനെ കിട്ടും അപരാധം ചെയ്യുമ്പോൾ. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്ത് ഇമീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് വന്ന് സുദർശന ചക്രവർത്തിനെ വരുത്തിയിട്ട് കൊല്ലാൻ പോയി. ആരെയാണ്? ജഗായി മതായി. അപ്പോൾ രാമചന്ദ്രമൂർത്തി ചെയ്തതുപോലെയാണ്. രാമചന്ദ്രമൂർത്തി എന്താ പറയാ, ആ കടലിൽ പോയി നിന്നിട്ട് ആ കടലില് വഴി പറഞ്ഞപ്പോൾ വഴി മാറി കൊടുത്തില്ല. അതുകൊണ്ട് കടലിനെ വറ്റിക്കാൻ പോകും അമ്പു വിട്ടിട്ട്. അപ്പോൾ സമുദ്രദേവൻ തന്നെ വന്നിട്ട് പറയും, അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഇതല്ല, പാലം കെട്ടി തന്നെ മനുഷ്യരെ പോലെയാണ് അങ്ങ് വന്നിരിക്കുന്നത്. മനുഷ്യരെങ്ങനെ ചെയ്യുമോ കാര്യങ്ങൾ അതുപോലെ വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് പാലം കെട്ടി തന്നെ അങ്ങ് പോകൂ എന്ന് ഓർമ്മിപ്പിക്കും. ആരെ? രാമചന്ദ്രമൂർത്തിയെ. അങ്ങനെ രാമചന്ദ്രമൂർത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് പാലം കെട്ടാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ട് പാലം കെട്ടി. അതേപോലെ ചൈതന്യ മഹാപ്രഭു സുദർശന ചക്രത്തിനെ എടുത്ത് കൊല്ലാൻ പോയ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ കാലിൽ വീണ് പിടിച്ചിട്ട് പറയും, നമ്മുടെ വരവിന്റെ ഉദ്ദേശം അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഈ യുഗത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ അസുരന്മാരെ ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് കൊല്ലരുത് എന്ന് പറയും. അപ്പൊ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു കെട്ടിച്ചേർത്തിട്ട് വിളിച്ചിട്ട് പറയും, എപ്പോ നീ അനുഗ്രഹം കൊടുത്തോ, നീ ദർശനം കൊടുത്തോ, നീ അവർക്ക് നാമജപം കൊടുത്തോ, അപ്പൊ തന്നെ അവർ പരിശുദ്ധമായി കഴിഞ്ഞു എന്ന് പറയും. ആരെടുത്ത്? ഈ ജഗായി മതായി എന്ന് പറഞ്ഞിട്ട് കൊല്ലാതെ പോകും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് കൊന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലിയുഗത്തിൽ ആർക്കും ക്വാളിറ്റിയേ ഇല്ല. കലേർ ദോഷ നിതേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഘ പരമ്പരച. കലിയുഗത്തിൽ ദോഷം മാത്രമേ ഉള്ളൂ. കലേർ ദോഷ നിതേരാജൻ, പരീക്ഷിത് മഹാരാജന്റെ അടുത്ത് പറയാൻ, നിതേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണ, ഒരേ മഹത്തായ ഗുണമേ ഉള്ളൂ. എന്താണ്? കീർത്തനം ചെയ്യുക, ഭഗവാന്റെ നാമകീർത്തനം ചെയ്യുക എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തിൽ കൊല്ലാൻ പോയാൽ ചൈതന്യ മഹാപ്രഭു വീടായിട്ട് നാമം കൊടുക്കുകയല്ല, വീടായിട്ട് പോയി കൊല്ലണം. എല്ലാ വീട്ടിലും അസുരന്മാരുണ്ട്. അസുരന്മാരില്ലാത്ത വ്യക്തികളെ ഇല്ല. നമ്മളിലും ഉണ്ട് അസുര സ്വഭാവം. അപ്പോൾ എല്ലാരെയും എന്ത് ചെയ്യണം? ഭഗവാൻ കൊല്ലണം. വളരെ ദുർലഭം 1-2 മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഈ അവതാരത്തിൽ പ്ലാന് മാറ്റി. എന്ത് ചെയ്യുക? അവരെല്ലാം ഭക്തന്മാരാക്കുക. അങ്ങനെ ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഗോസ്വാമിയുടെ അടുത്ത് കൃഷ്ണഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകങ്ങൾ രചിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 11 ശ്ലോകവും അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ആ ദേഷ്യം ചൈതന്യ മഹാപ്രഭു, എന്നാൽ ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്തനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ദേഷ്യം കാണിക്കാം. ഭഗവാനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ നമ്മൾ ദേഷ്യം കാണിക്കാം. പക്ഷെ അല്ലാത്ത പക്ഷത്തില് തൃണാദപി സുനിശ്ചയന തരോരേവ സഹിഷ്ണുത. ചൈതന്യ മഹാപ്രഭു തന്നെ പഠിപ്പിച്ചിരിക്കുന്നു, തൃണത്തിനെ പോലെ നമ്മൾ എല്ലാം സഹിക്കാൻ പഠിക്കണം, ടോളറേറ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമ്മൾ ടോളറേറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഭക്തന്മാരുടെ ആരെങ്കിലുമൊക്കെ അവരെ ഉപദ്രവിക്കുകയോ അവരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം, അർജുനന് യുദ്ധം ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ കൃഷ്ണൻ എന്താണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അർജുനൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തത്. അർജുനന് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആ ദേഷ്യം ഇപ്പൊ കൃഷ്ണന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു അർജുനൻ.
അല്ലെങ്കിൽ യൂസ് ചെയ്തില്ല. അതേപോലെ ഹനുമാനെ ഉപദ്രവിച്ചപ്പോൾ ഒന്നും ദേഷ്യപ്പെടുന്നില്ല. പക്ഷെ എന്താ ചെയ്തത്? ഹനുമാൻ ദേഷ്യം കാണിച്ചു. എങ്ങനെ കാണിച്ചു? ലങ്കാപുരിയെ കത്തിച്ചു. സീതാദേവിയെ വിട്ടില്ല. പിന്നെന്താ പറയാ, ഹനുമാൻ രാമചന്ദ്രമൂർത്തിയുടെ സീതാദേവിയെ രാവണൻ എടുത്തു വെച്ചതുകൊണ്ട് ഹനുമാന്റെ ദേഷ്യം എങ്ങനെയാ തീർത്തത്? ലങ്ക മൊത്തം കത്തിച്ചു കളഞ്ഞു. അതേപോലെ ചിലപ്പോൾ ഭക്തന്മാർക്കും ദേഷ്യം കാണാൻ പറ്റും. നമ്മുടെ ആശ്രമത്തിൽ, നമ്മൾ അമ്പലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ചില സാഹചര്യത്തിൽ ഭക്തന്മാർ ദേഷ്യപ്പെടുന്നതായിട്ട് കാണാം. പക്ഷെ രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, അവരുടെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് അവർക്ക് ദേഷ്യം വരാം. ഇനിയൊന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു ഭക്തനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഭഗവാനെ പറ്റിക്കുകയോ ഭഗവാന്റെ സ്വത്തെ പറ്റിക്കുകയോ ചെയ്യുമ്പോഴും ഇനി ഒരാൾക്ക് ദേഷ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. ഈ കൺസ്ട്രക്ഷനിൽ കുറെ ടെൻഡർ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ വരുത്തിയിരിക്കാം. അവർ വളരെ മോശമായ സാധനങ്ങൾ തന്ന് നമ്മളെ പറ്റിക്കുമെങ്കിൽ, അയ്യോ ഞാൻ സാധുവാണ്, ഞാൻ വന്നിട്ട് എന്താണ് ഭഗവാനെ സേവനം ചെയ്യാണ്, ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യപ്പെട്ടാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതെ പോയാൽ അയാൾ എന്നെയും പറ്റിക്കും, ഭഗവാനെ പറ്റിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചോദിക്കുക തന്നെ വേണം, അവിടെ ദേഷ്യം കാണിക്കുക തന്നെ വേണം. ശാന്ത് കാസി, അതായത് അജിത് പ്രഭു മ്യൂട്ട് ചെയ്യാവോ? സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്നു. ആണോ? ഓക്കെ. കേൾക്കാൻ ക്ലിയർ ആവുന്നില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറയുന്നതില്? ഓക്കെ, മേ ബി ഇന്റർനെറ്റിന്റെ പ്രശ്നമായിരിക്കും പ്രഭു. ഓരോ സ്ഥലത്തും ഓരോ റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോ ശാന്ത് കാസി എന്നിട്ട് എന്താ ചോദിച്ചാൽ, ചൈതന്യ മഹാപ്രഭുയുടെ കാലഘട്ടത്ത് അവർ നാമസങ്കീർത്തനത്തിന് പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും നാമം ജപിച്ചിട്ട് പോകുമ്പോൾ അവിടുത്തെ ബ്രാഹ്മിൻസിന് എങ്ങനെ ഈ എല്ലാ ജനങ്ങളും ഹരിനാമം വേദമന്ത്രം ജപിക്കുകയാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണ്. അപ്പൊ ആ മന്ത്രം എല്ലാവരും ജപിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണ്? ഈ ബ്രാഹ്മിൻസിനൊക്കെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വേദമന്ത്രം എങ്ങനെ ശൂദ്രൻ ജപിക്കും, എങ്ങനെ മിലേച്ഛാസ് ജപിക്കും? ഹരിദാസ് ലേച്ചനാണ്, മുസ്ലിം കുടുംബത്തിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹവും നാമം ജപിക്കുന്നുണ്ട്. ഇതൊന്നും അജിത് പ്രഭുവിന്റെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ ഇങ്ങനെ എന്താ പറയാ, ഇവരെല്ലാവരും നാമം ജപിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈവൻ മുസ്ലിംസ് വരെ ഹരിദാസ് ഠാക്കൂർ ഡെയിലി 22 മണിക്കൂർ നാമം ജപിച്ചുകൊണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ മേലെയെല്ലാം ദേഷ്യം കാണിച്ചു. അതുകൊണ്ട് അവിടുത്തെ നവാബ് അല്ലെങ്കിൽ ആ നവാബിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ ചാന്ത് കാസിയുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. എന്താണ്? ഇവരെല്ലാം നാമം ജപിക്കുകയാണ്, തെറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം മൃദംഗമെല്ലാം പൊട്ടിക്കും. ആൾക്കാർ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മൃദംഗം പൊട്ടിക്കും, ആൾക്കാരെ തല്ലി ഓട്ടിക്കും, എന്താ പറയാ, അവരുടെ സൈന്യങ്ങളെ വെച്ചുകൊണ്ട്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇതിനെതിരായിട്ട് എന്ത് ചോദിച്ചാല് പന്തം കൊളുത്തിയിട്ട് എല്ലാ ഭക്തന്മാരും ഒന്നിച്ച് വിളിച്ചുകൊണ്ട് അവിടെ ഹരിനാമ കീർത്തനം ചെയ്തിട്ട് പോകും. ഒന്നും റിയാക്ട് ചെയ്യില്ല, അടി ബഹളം ഒന്നുമില്ല. പക്ഷെ എന്താണ്, എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് പന്തം കൊളുത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഈ ചാന്ത്കാസി പേടിച്ചു പോകും. അത്രയും ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ നാമകീർത്തനം ചെയ്തിട്ട്, ഭയങ്കരമായിട്ട് നാമകീർത്തനം ചെയ്തിട്ട് വരുന്നത് കണ്ടിട്ട് ആര് പേടിക്കും? ചാന്ത്കാസി പേടിക്കും. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, അവിടെ എല്ലാം നമ്മൾ ടോളറേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഭഗവാനെതിരായിട്ടോ ഭക്തന്മാർക്കെതിരായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ തീർച്ചയായും നമ്മുടെ ദേഷ്യം കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ദേഷ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അല്ലാതെ അതിനെ നിർത്താൻ പറ്റില്ല. പക്ഷെ ദേഷ്യം ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? ഭഗവാന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ ദേഷ്യത്തിനെ ഉപയോഗിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ എന്താകും? നമ്മുടെ ദേഷ്യത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമുക്ക് എത്തിപ്പെടും എന്നാണ് പറയുന്നത്. അടുത്തത് വായിക്കാമോ? വേറെ ആരെങ്കിലും? ആരുടെ കയ്യില് ബുക്കുണ്ട്? ഏതാ പേജ് പ്രഭു? ഹരേ കൃഷ്ണ. 7ാമത്തെ പേജിലെ സെക്കൻഡ് പാരഗ്രാഫ്. ഏതിലാ? 7ാമത്തെ പേജ്. 7ാമത്തെ പേജില് 2ാമത്തെ പാരഗ്രാഫ്. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കണം. ബുക്കുള്ളവർ വെച്ചോളൂ, ഞാൻ പറയാം നെക്സ്റ്റ് വായിക്കാനായിട്ട്. അങ്ങനെ വായിച്ചു പോവാം. പ്രഭുപാദിന്റെ പുറപ്പെടും. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. രസനയുടെ നാവിന്റെ ത്വരകൾ പരിശോധിച്ചു നോക്കാം. അത് പല ഇനം രുചികരണങ്ങളായി
രുചികരങ്ങളായ ഭോജ്യങ്ങളെ ആഗ്രഹിക്കുന്നു. നാവിനെ അതിന്റെ ഇഷ്ടാനുസാരം ഭോജ്യങ്ങളെ അനുഭവിക്കുവാൻ അനുവദിക്കരുത്. പ്രസാദം മാത്രം ഭക്ഷിച്ച് അതിനെ നിയന്ത്രിക്കണം. തനിക്ക് കൃഷ്ണൻ പ്രസാദം നൽകുമ്പോൾ മാത്രമേ താൻ ഭക്ഷിക്കുകയുള്ളൂ എന്നായിരിക്കണം നമ്മുടെ മനോഭാവം. രസനയുടെ ത്വരകളെ അങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്. നിശ്ചിത കാലങ്ങളിൽ പ്രസാദം ഭക്ഷിക്കണം. രസനയുടെയോ ഉദരത്തിന്റെയോ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രം ഹോട്ടലുകളിലോ മധുര പലഹാര കടകളിലോ ചെന്ന് ഭക്ഷിക്കരുത്. പ്രസാദം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന തത്വത്തിൽ ഉറച്ചു നിന്നാൽ ജിഹ്വാ നിയന്ത്രണം സാധ്യമായി തീരും. ഹരേ കൃഷ്ണ. അടുത്തത് വായിക്കണോ പൃഥ്വി? അതുപോലെ ആവശ്യത്തിലധികം ഉപയോഗിക്കാതിരിക്കുന്ന പക്ഷം ഉൽപാദനേന്ദ്രിയത്തിന്റെ ത്വരയെ, അതായത് ലൈംഗിക വേഗത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. കൃഷ്ണാവബോധം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സന്താനം ലഭിക്കുന്നതിനു വേണ്ടി ജനനേന്ദ്രിയം ഉപയോഗിക്കേണ്ടതാണ്. അതിനുവേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിനായിട്ടല്ല, കൃഷ്ണാവബോധമുള്ള സന്തതികളെ ലഭിക്കുന്നതിനായിട്ടാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. കുട്ടികൾ അല്പം വളർന്നാൽ അവരെ ഗുരുകുലങ്ങളിലേക്ക് പഠിക്കുവാൻ പറഞ്ഞയക്കണം. കൃഷ്ണ ഭക്തന്മാരായി തീരുവാൻ അവിടെ അവർക്ക് പരിശീലനം നൽകപ്പെടുന്നതാണ്. നമുക്ക് കൃഷ്ണാവബോധമുള്ള സന്താനങ്ങളെയാണ് ആവശ്യം. അതുകൊണ്ട് ആ വഴിക്ക് ജനനേന്ദ്രിയങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ നാം അനുശാസിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അത് ഫുള്ള് വായിച്ചോളൂ, ആ 2 പാരഗ്രാഫ് കൂടെ വായിച്ചു. കൃഷ്ണാവബോധ രീതിയിലുള്ള നിയന്ത്രണ പദ്ധതികളിൽ പൂർണ്ണമായ പരിശീലനം ലഭിച്ച ഒരാൾക്ക് അംഗീകാരമുള്ള ഒരു ആചാര്യനായി തീരുവാൻ ആകും. ഉപദേശാമൃതത്തിന്റെ അനുവൃത്തി എന്ന വ്യാഖ്യാനത്തിൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രതിപാദിക്കുന്നു. ഭൗതികതയുമായി താതാത്മ്യം പ്രാപിക്കുക നിമിത്തം 3 വിധം ത്വരകൾ ഉണ്ടാകുന്നു: ഭാഷണത്വര, മാനസിക ത്വര, ശാരീരിക ത്വര. അഥവാ വാക്ക്, മനസ്സ്, ശരീരം എന്നിവയെ ബാധിക്കുന്ന ത്വരകൾ എന്നിങ്ങനെ 3 ത്വരകൾ. ഈ ത്രിവിധ ത്വരകൾക്ക് ഒരു മനുഷ്യൻ വശംവദനായി തീർന്നാൽ അവന്റെ ജീവിതം അപവിത്രമായി തീരുന്നു. ഈ ത്വരകളെ, അതായത് വാങ് മന കായികങ്ങളായ ആവശ്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരിശീലിക്കുന്നവനാണ് തപസ്വി അഥവാ യമനിയമങ്ങൾ പരിശീലിക്കുന്നവൻ. ഇത്തരം തപസ്യയാൽ പരമപുരുഷോത്തമന്റെ ബാഹ്യശക്തിയായ ഭൗതിക ചൈതന്യം മൂലമുള്ള പീഡനത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നാവിന്റെ കാര്യം പറയുന്നുണ്ട്. നാവിന്റെ കാര്യം, നാവ് പ്രീതിപ്പെടുത്താൻ പ്രയാസമാണ്. അപ്പോൾ നാവ് എന്ത് വെച്ചാൽ വ്യത്യസ്തമായ ടേസ്റ്റ് അനുഭവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ആ ത്വരയെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രസാദം കഴിച്ചാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് പ്രസാദം കഴിക്കുമ്പോൾ ശരീരവും ഹാപ്പിയാവും, മനസ്സും ഹാപ്പിയാവും, നാവും പ്രീതിപ്പെടുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പല വ്യത്യസ്തമായ ഹോട്ടലുകളിൽ പോയിട്ട് ഒരു കോൺഷ്യസ് ഇല്ലാത്ത ഒരു വ്യക്തി കുക്ക് ചെയ്ത സാധനത്തിനെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ നമുക്ക് എന്തുണ്ടാവും? കാമക്രോധങ്ങൾ ഉണ്ടാകാൻ ചാൻസ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവത് പ്രസാദം തന്നെ കഴിക്കണം എന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിനെ നമ്മൾ പ്രസാദം കഴിച്ചിട്ട് നിയന്ത്രിക്കണം. ഇനി ജനനേന്ദ്രിയം ശരിക്കും ഈ ഇന്ദ്രിയങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ വെക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് ആധ്യാത്മിക ശക്തി ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഇതെല്ലാം അനാവശ്യമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ആധ്യാത്മിക ശക്തി നഷ്ടപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം കൃഷ്ണന് വേണ്ടിയാണ് ഉപയോഗിക്കുമെങ്കിൽ നമുക്ക് ആധ്യാത്മിക ശക്തി ഉണ്ടാകും. അതിന് എക്സാമ്പിളാണ് നമുക്കിപ്പോൾ ഗാന്ധാരി എടുത്തു കഴിഞ്ഞാൽ, ഗാന്ധാരിയുടെ കണ്ണ് കാണുമായിരുന്നു. കണ്ണ് കാണുന്ന സ്ത്രീയാണ്. പക്ഷെ അവരൊരു തപസ് പോലെ അവരുടെ കാണുന്ന കാഴ്ചയെ അടച്ചു വെച്ചു. അടച്ചു വെച്ചത് കൊണ്ട് മാത്രം അവർക്ക് ദുര്യോധനനെ കണ്ടപ്പോൾ, ദുര്യോധനന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ശരീരത്തിനെ കണ്ടപ്പോൾ അത് വജ്രം പോലെയായി. അപ്പോൾ അവരുടെ സ്പിരിച്വൽ എനർജി ഒരു ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ചത് കൊണ്ട് കിട്ടുകയാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൃഷ്ണന് വേണ്ടി യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് ഇനിയും പവർഫുൾ ആകുമായിരുന്നു. അപ്പോൾ ഒരു യോഗി എന്താ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാലയത്തിൽ പോയിട്ട് അവർക്ക്
വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ട്, ആകാശത്തിൽ പറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഭാരമേറിയ ശരീരമായി മാറ്റുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കും. അനിമ, ലഹിമ എന്ന് പറയുന്ന പല സിദ്ധികളും അവർ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഈ സിദ്ധിയൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് ഈ സിദ്ധിയെല്ലാം ഉണ്ടാകും. പക്ഷെ ഇന്ദ്രിയങ്ങളെ അവർക്ക് തോന്നിയതുപോലെ യൂസ് ചെയ്യുമെങ്കിൽ അവർക്ക് ഒരു തരത്തിലും സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പോയിട്ട് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ഭക്തന്മാരെടുത്ത് എന്നെ അനുഗ്രഹിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവരുടെ കാലിൽ വീണ് നമ്മൾ നമസ്കരിക്കുന്നത്. എന്തുകൊണ്ട്? അവര് കൃഷ്ണ മതിരസ്തു എന്ന് പറയുമ്പോൾ അവരുടെ വാക്ക് അത് സത്യമാണ്. കാരണം അവര് വാക്ക് വെറുതെ അവരുടെ നാവിനെ തവളയെപ്പോലെ യൂസ് ചെയ്യുന്നവരല്ല, എന്തും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളല്ല. നാമം ജപിച്ച് ശക്തിയോടി കൂടി ഇരിക്കുന്നത് കൊണ്ട് അവരുടെ നാവ് കൊണ്ട് കൃഷ്ണ മതിരസ്തു, നീ കൃഷ്ണനെ മറക്കാതെ കൃഷ്ണസേവനം ചെയ്യൂ എന്നൊരു അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് തടസ്സമില്ലാത്ത കൃഷ്ണസേവനം ചെയ്യാൻ സാധിക്കും. നമ്മൾ തപസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ഏതോ ഒരു ഭക്തന്റെ അനുഗ്രഹം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഇതെത്താം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. അപ്പൊ ഇവിടെ പറയുന്നു ജനനേന്ദ്രിയം. ജനനേന്ദ്രിയം കൃഷ്ണാവബോധത്തിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജനനേന്ദ്രിയം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നില്ല. കാരണം ഇന്ദ്രിയങ്ങളെ യൂസ് ചെയ്താൽ നമ്മൾ തീർച്ചയായും നമ്മൾ എന്തായി പോകും, നമുക്ക് ഭഗവാന്റെ എത്താൻ പറ്റില്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്താൽ മതി, അത് കൃഷ്ണാവബോധത്തിലാക്കിയാൽ മതി. കൃഷ്ണാവബോധമുള്ള ഒരു കുട്ടിയെ ജനിപ്പിച്ചാൽ അതുകൊണ്ട് നമ്മളും രക്ഷപ്പെടും. ഒരു കുട്ടി ജനിച്ചത് കൊണ്ട് പുന്നാട എന്ന് പറയുന്ന നരകത്തിലിരുന്ന് അച്ഛനമ്മയും രക്ഷപ്പെടും. കൂടാത്തത് പ്രഹ്ലാദ മഹാരാജിനെ പോലെ ഭക്തന്മാരാണെങ്കിൽ 7 ജനറേഷൻ മുന്നിലും പിന്നിലും ഉള്ളവരെല്ലാം രക്ഷപ്പെടും. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര പവറുണ്ട്. അപ്പൊ ആധ്യാത്മിക തലത്തിൽ കുട്ടികൾ വരുന്നത് അല്ലെങ്കിൽ അവരെ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, എത്ര കുട്ടികൾ വേണമെങ്കിലും ഉണ്ടാകും, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നാലും മതി, ഞാൻ വളർത്തിക്കോളാം. എന്തുകൊണ്ട്? അവരെല്ലാം വൈകുണ്ഠ ചിൽഡ്രൻ ആണ്. അവർ ഭഗവാന്റെ ധാമത്തിൽ ഇരുന്ന് വരുന്ന ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന ചിൽഡ്രൻസ് കുട്ടികൾ ആരാണ്? സാധാരണ വ്യക്തികളല്ല, അവർ ഭഗവാന്റെ അനുഗ്രഹത്തോടെ വരുന്ന വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികള് നമുക്ക് ഉണ്ടാക്കണം. ഇനി പ്രഭുപാദ് പറയുന്നത് അവരെ ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്നതാണ്. പക്ഷെ നമുക്ക് ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ നമുക്ക് അവർ കൃഷ്ണാവബോധം പഠിപ്പിക്കണം. സമയം കിട്ടുമ്പോൾ സൺഡേസിൽ അവരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധം പഠിപ്പിക്കാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവരെ കൊച്ചിലെ സത്സംഗത്തിൽ കൊണ്ടുവരുമ്പോൾ അവർ ആ കാര്യങ്ങൾ കേൾക്കും. നമ്മളൊന്നും പഠിപ്പിക്കണ്ട, അവർ വന്ന ഉടനെ ഭഗവാനെ നമസ്കരിക്കും. കാരണം നമ്മൾ നമസ്കരിക്കുകയാണ്, എല്ലാ ഭക്തന്മാരും നമസ്കരിക്കുകയാണ്, നമ്മുടെ ഒപ്പം അവർ നമസ്കരിക്കും. പ്രഭുപാദിനെ നമസ്കരിക്കും, ഭക്തന്മാരെ നമസ്കരിക്കും, ഹരേ കൃഷ്ണ പറയും. അവര് പ്രസാദം കഴിക്കും. ഇങ്ങനെ പറയാതെ പഠിപ്പിക്കാതെ തനിയെ പഠിക്കും. അപ്പൊ ഈ മാർഗമാണ് കൃഷ്ണാവബോധത്തിലെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയാണ്. ഓക്കെ, അതിന്റെ അടുത്ത പാരഗ്രാഫ് ഇട്ട് വയ്ക്കാം. ഹരേ കൃഷ്ണ. ഹരേ വാഗ്വേഗം നോട്ടിട്ടല്ല പ്രഭു? വാഗ്വേഗം ഭാഷണത്വര എന്നു നാം പറയുമ്പോൾ നിഷ്പ്രയോജനങ്ങളായ സംസാരങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരാകാര നിർഗുണ ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്ന മായാവാദികളുടെയും കർമ്മകാണ്ഡ വിധികൾക്കനുസരിച്ച് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെയും അനിയന്ത്രിതമായ വിഷയസുഖങ്ങൾ അനുഭവിക്കണമെന്ന് അഭിലഷിക്കുന്നവരുടെയും ജൽപ്പനങ്ങൾ ഉദാഹരണങ്ങളായി എടുക്കാം. ഇത്തരം സംസാരങ്ങളും സാഹിത്യ സൃഷ്ടികളും ഭാഷണത്വരയുടെ പ്രകാശനങ്ങളാണ്. എത്രയോ ജനങ്ങൾ അബദ്ധങ്ങൾ സംസാരിക്കുന്നവരായിട്ടുണ്ട്. നിഷ്ഫലങ്ങളായ വളരെ പുസ്തകങ്ങൾ എഴുതിക്കൂട്ടുന്നവരായിട്ടും ഉണ്ട്. ഇതെല്ലാം ഭാഷണത്വരയുടെ ഫലങ്ങളത്രേ. ഈ പ്രവണതയെ നേരിടുന്നതിനു നാം ഭാഷണത്തെ കൃഷ്ണൻ എന്ന വിഷയത്തിലേക്ക് തിരിച്ചുവിടണം. അക്കാര്യം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ചിത്രം പദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗണീത വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസാ നിരമന്ത് ശിക്ഷയാഹ. ബാക്കിയുടെ വായിക്കണം പ്രഭു. പ്രപഞ്ചത്തെ മുഴുവനും പവിത്രമാക്കി തീർക്കുന്ന ഭഗവാന്റെ
അപദാനങ്ങൾ വർണ്ണിക്കാത്ത വാക്കുകളെ മഹാത്മാക്കൾ കാക്കകൾക്ക് കുളിപ്പാനുള്ള സ്ഥലം പോലെ കരുതുന്നു. സർവഥാ പൂർണ്ണന്മാരായ മഹാന്മാർ ദിവ്യലോക നിവാസികളാകയാൽ അവർക്ക് ആ വാക്കുകളിൽ നിന്നും ഒരാനന്ദവും ലഭിക്കുകയില്ല. തദ്വാഗ്നിസർഗോ ജനദാഘാ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യഭി നാമാന്യനന്ദസ്യ യശോങ്കിതാനി ഗൃഹ്ണതി ഗായന്തി ഗൃണന്തി സാധവാ. നേരെ മറിച്ച് അനന്തനായ ഭഗവാന്റെ നാമരൂപ യശോലീലാദികളെ പ്രതിപാദിക്കുന്ന വർണ്ണനകൾ കൊണ്ടു നിറഞ്ഞ വാക്കുകൾ വിശിഷ്ടമായ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. വഴിതെറ്റിപ്പോയ പരിഷ്കാരത്തിൽ കുടുങ്ങിക്കഴിയുന്ന ഈ ലോകത്തിലെ അശുദ്ധ മനുഷ്യരുടെ ജീവിതത്തിൽ വിപ്ലവം ഉണ്ടാക്കുവാൻ ഉതകുന്ന വാക്കുകളാണ് അവ. അത്തരം ദിവ്യകൃതികളെ അവയിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും തികച്ചും സത്യസന്ധതയുള്ള വിശുദ്ധരായ സാധുജനങ്ങൾ ശ്രവിക്കുകയും ഗാനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ പറയുന്ന അടുത്തത് വാക്കിന്റെ ത്വരയെ കുറിച്ച് തന്നെ പറയുമ്പോ എന്താണ്, മായാവാദി എന്ന് പറയുമ്പോൾ അവരെന്താണ്, ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്താ പറയാ രൂപമില്ലാത്ത നിർഗുണം, ഗുണമില്ലാത്ത വ്യക്തിയാണ് എന്നുള്ള കണക്കിനാണ് ഇവർ സംസാരിക്കുക. ഇവർ സംസാരിക്കുന്നത് മാത്രമല്ല, അവർ പുസ്തകങ്ങളും എഴുതി, അല്ലെങ്കിൽ എന്താ പറയാ പ്രജൽപ എന്ന് പറയുന്ന രീതിയിൽ വെറുതെ മറ്റ് പല ഭൗതികമായ പുസ്തകങ്ങളും എഴുതും. ഇപ്പൊ പട്ടിയെ എങ്ങനെ വളർത്താം, പൂച്ചയെ എങ്ങനെ വളർത്താം, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം, അത് ചെയ്യാം, ഇങ്ങനെ പലതരത്തിലെ ആൾക്കാർ വ്യത്യസ്തമായ ബുക്കുകൾ, നമ്മളൊരു ബുക്ക് ഫെയറിന് പോയാൽ നമുക്കറിയാൻ പറ്റും, ആയിരക്കണക്കിന് ബുക്കുകൾ ഉണ്ടാവും. ഈ ബുക്കുകൾ കൊണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാത്ത, കീർത്തിക്കാത്ത വാക്കുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒരു പ്രയോജനവും ഇല്ല. അത് വായസതീർത്ഥം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? കാക്കകൾ എവിടെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറുള്ള സ്ഥലത്താണ് കാക്കകൾ ഉണ്ടാകുക. അന്നപക്ഷികൾ എവിടെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളത്തിലാണ് ഉണ്ടാകുക. അതുപോലെ ഇങ്ങനത്തെ പുസ്തകങ്ങൾ എഴുതി കൂട്ടുന്നത്, ഇങ്ങനത്തെ വാചകം അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കാക്കകൾ ഉള്ള സ്ഥലം പോലെയാണ്. അവിടെ ഒരു ഗുണവും നമുക്ക് ഉണ്ടാകില്ല എന്ന് പറയണം. അപ്പൊ ഇതിൽ നിന്നെല്ലാം വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന വാക്കുകൾ, അതിൽ തെറ്റുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല, പക്ഷെ അതാണ് യഥാർത്ഥത്തില് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ ദ്വാരകയിൽ വരുമ്പോ എന്താ പറയാ, ഹസ്തിനാപൂരിലിരുന്ന് കൃഷ്ണൻ ദ്വാരകയിലോട്ട് വരികയാണ്. വരുന്ന സമയത്ത് കൃഷ്ണനെ ഇങ്ങനെ എല്ലാ ബ്രാഹ്മണന്മാരും മന്ത്രോച്ചാരണം പറയുന്നു, മന്ത്രങ്ങൾ പറയുന്നു, പൂക്കൾ വിതറുന്നു, പിന്നെ എന്താ പറയാ അവർ സെന്റെല്ലാം തെളിച്ചിട്ട് കൃഷ്ണനെ ഇങ്ങനെ റിസീവ് ചെയ്യാണ്. പക്ഷെ ഈ കൊട്ടാരത്തിൽ കുറെ ലേഡീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്നിട്ട് അന്നത്തെ കൾച്ചർ ഉള്ള ലേഡീസാണ്, സംസ്കാരമുള്ള സ്ത്രീകളായിരുന്നു. അവർ സാധാരണ ഈ ജനങ്ങളുടെ ഇടയിൽ നിൽക്കാതെ സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആയിട്ട് അവർ നേരെ പോയിട്ട് വലിയ കൊട്ടാരത്തിന്റെ മേലെ എന്താ പറയാ തട്ടിൽ പോയിട്ട്, മച്ചിയിൽ പോയിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൃഷ്ണനെ നോക്കും. അവർ വളരെ നാണം കുണുങ്ങിക്കൊണ്ട് കൃഷ്ണനെ ഇങ്ങനെ നോക്കിയിട്ട് അവർ കൃഷ്ണനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണം. അയ്യോ, കൃഷ്ണൻ വൃന്ദാവനത്തിൽ എന്തൊക്കെ ലീലയാ ചെയ്തത്, എത്രയോ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്, ആ കൃഷ്ണൻ ഇതാ വരുന്നു, എന്ത് കൃഷ്ണന്റെ സൗന്ദര്യവും, കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ഗ്ലോറിഫൈ, വാക്കുകൾ കൊണ്ട് അവർ ഗ്ലോറിഫൈ ചെയ്യാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പറയാണ്, ഈ സ്ത്രീകളുടെ വാചകം വേദമന്ത്രം പോലെയാണ്. ശരിക്കും ബ്രാഹ്മണന്മാരെ അവിടെ വേദമന്ത്രം പറയാണ്. വേദമന്ത്രത്തിൽ എന്താ പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, സഹസ്ര ശീർഷ, സഹസ്ര പുരുഷ, സഹസ്രപ സഭൂമി വിശ്വതോ വൃത്ത എന്ന് പറയും. 1000 തലയുള്ളവനെ, 1000 കണ്ണുകളുള്ളവൻ, 1000 കൈകളുള്ളവനാണ് എന്നെല്ലാം ഭഗവാനെ 4 ദിക്ക്, എല്ലാ ദിക്കുകളിലും ഭഗവാൻ എന്താണ് അവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ കീർത്തിക്കും. ഇവരും എന്ത് തന്നെയാണ് ചെയ്തത്, അങ്ങനെയാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ അങ്ങനെ ലീല ചെയ്തു, കൃഷ്ണൻ ഇവിടെ ഇന്ന ലീല ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ വാക്കുകളിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയാണ് ശുഗമുനി, ആ വാക്കുകളെല്ലാം വേദമന്ത്രം പോലെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോ വാക്കുകള് എങ്ങനെ പുസ്തകം എഴുതി വെച്ചാലും ശരി തന്നെ, സംസാരിച്ചാലും ശരി തന്നെ, അത് ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ആലോചിച്ച് നോക്ക്, എത്ര സംസാരിക്കാൻ ആ വാക്ക് ആരാ തന്നിരിക്കുന്നത്? ഈ
സംസാരിക്കാനുള്ള ത്വര, അല്ലെങ്കിൽ സംസാരിക്കാൻ ത്വര നമുക്കുണ്ട്. ഇതെല്ലാം ആരാ? ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ മൃഗങ്ങളായിട്ടിരിക്കും. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൃഗങ്ങളായിട്ട് ഒരേ ശബ്ദമായിരിക്കും എല്ലാത്തിനും. അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുക. കാരണം എന്തുകൊണ്ട്? നല്ല വാചകമടിക്കാൻ, ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ട് അത് ഭഗവാന് വേണ്ടി യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രയോജനമില്ലാതെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് എന്തിനു പറയുന്നുണ്ട്? ഇങ്ങനത്തെ വാക്കിന് അത്രയും ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അടുത്ത് വായിക്കാം വേറെ ആരെങ്കിലും. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി ചുരുക്കി പറഞ്ഞാൽ അത് മുതലല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. ചുരുക്കി പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ സേവിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ അബദ്ധജടിലങ്ങളായ ജൽപ്പനങ്ങളിൽ നിന്നു നാം ഒഴിഞ്ഞു നിൽക്കുകയുള്ളൂ. കൃഷ്ണാബോധ പ്രാപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ നാം നമ്മുടെ വാക്ശക്തിയെ എപ്പോഴും പ്രയോഗിക്കാവൂ. ദുർബലമായ മനസ്സിന്റെ ക്ഷോഭങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്നതായാൽ അവ രണ്ടു തരത്തിലാണ്: അവിരോധ പ്രീതിയും വിരോധയുക്ത ക്രോധവും. ഒരിക്കലും നിരോധമില്ലാത്ത, തടസ്സമില്ലാത്ത രാഗമാണ് ഒന്നാമത്തേത്. നൈരാശ്യം നിമിത്തമുള്ള ക്രോധമാണ് രണ്ടാമത്തേത്. മായാവാദികളുടെ തത്വചിന്താ പദ്ധതിയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കൽ, കർമ്മവാദികളുടെ മതമനുസരിച്ചുള്ള കർമ്മഫല വിശ്വാസം, ഭൗതിക അഭിലാഷ പൂർത്തിക്കായി നിർവഹിക്കപ്പെടുന്ന പരിപാടികളിൽ വിശ്വാസം, ഇവയെല്ലാം അവിരോധ പ്രീതിയിൽ ഉൾപ്പെടുന്നു. ജ്ഞാനികളും കർമ്മികളും ഭൗതിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരും ഉപാധിബദ്ധരായ ജീവന്മാരെ സാമാന്യേന ആകർഷിക്കാറുണ്ട്. എന്നാൽ ഇവരിൽ വച്ച് ഭൗതിക പദ്ധതിക്കാർക്ക് ഒരു സവിശേഷത എന്തെന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാതെ വരുമ്പോൾ, ഉപായങ്ങൾ നിഷ്ഫലങ്ങളാണെന്നു കാണുമ്പോൾ അവർക്ക് ക്രോധം ജനിക്കുന്നു. ഭൗതിക അഭിലാഷങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് കോപമുണ്ടാകുന്നത്. അടുത്തത് വായിക്കണം പ്രഭുജി. വായിച്ചു. അതുപോലെ ശരീരത്തിലെ ആവശ്യങ്ങളെ മൂന്നായി തരംതിരിക്കാം: ജിഹ്വയുടെ ആവശ്യങ്ങൾ, ഉദരത്തിന്റെ ആവശ്യങ്ങൾ, ജനനേന്ദ്രിയത്തിന്റെ ആവശ്യങ്ങൾ എന്നിങ്ങനെ. ഒരു ശരീരത്തിൽ ഈ 3 ഇന്ദ്രിയങ്ങളും നേർവരയിലാണ് ഉപസ്ഥിതി ചെയ്യുന്നതെന്ന് കാണാം. ശാരീരിക ആവശ്യങ്ങൾ ആരംഭിക്കുന്നത് ജിഹ്വയിൽ നിന്നാണ് എന്നും കാണാം. പ്രസാദ ഭക്ഷണം എന്ന ക്രിയയിൽ മാത്രം ജിഹ്വയുടെ ആവശ്യങ്ങളെ നിയന്ത്രിച്ചു നിർത്താമെങ്കിൽ ഉദരത്തിന്റെയും ജനനേന്ദ്രിയത്തിന്റെയും അഭിലാഷങ്ങൾ താനേ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഇത്തരുണത്തിൽ ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ പ്രസ്താവിക്കുന്നത് ശ്രദ്ധിക്കുക: ശരീര അവിദ്യാജാല ജഡേന്ദ്രിയാതാഹേ കാല ജീവേ ഫേലേ വിഷയ സാഗരേ ദ്വാരമധ്യേ ജിഹ്വാ അതി ലോഭമയ സുദുർമതി താകേ ചേതാ ഖടിന സംസാരേ കൃഷ്ണ ബെട ദയാമയ കരിബാരേ ജിഹ്വാ ജയ സുപ്രസാദ അന്നദിലഭായ് സേയി അന്നാമൃത ഖാവോ രാധാകൃഷ്ണ ഗുണഗാവോ പ്രേമഠാക്ക ചൈതന്യനിതായ്. അല്ലയോ ഭഗവാനെ, ഈ ഭൗതിക ശരീരം അവിദ്യാ പിണ്ഡമാണ്. ഇന്ദ്രിയങ്ങൾ മൃത്യുവിലേക്ക് നയിക്കുന്ന മാർഗങ്ങളുടെ കൂടയന്ത്രവും. ഏതോ വിധത്തിൽ വിഷയ സുഖാനുഭവത്തിന്റെ സാഗരത്തിൽ ഞങ്ങൾ വീണു കുടുങ്ങിയിരിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളിലും വച്ച് ജിഹ്വയാണ് ഏറ്റവും അത്യാർത്തിയുള്ളതും നിയന്ത്രിക്കുവാൻ വയ്യാത്തതും. ഈ ലോകത്തിൽ ജിഹ്വാ വിജയം ദുസ്സാധ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഞങ്ങളിൽ ദയാമയനാണല്ലോ. ജിഹ്വ സംയമനം സാധ്യമാക്കുന്നതിന് സഹായിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് പ്രസാദം കനിഞ്ഞരുളിയിരിക്കുന്നു. ആകയാൽ തൃപ്തിയാകും വരെ ഞങ്ങൾ ഈ പ്രസാദം അനുഭവിച്ചു കൊള്ളട്ടെ. ശ്രീ രാധാകൃഷ്ണന്മാരുടെ അപദാനങ്ങളെ ഞങ്ങൾ പ്രകീർത്തിച്ചു കൊള്ളട്ടെ. ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യത്തിനു വേണ്ടി പ്രേമപൂർവം ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഇവിടെയും എന്താ പറയുന്ന വെച്ചാല് മനസ്സിന്റെ കാര്യത്തില് 2 കാര്യം പറഞ്ഞു. അവിരോധ പ്രീതിയും വിരോധയുക്ത പ്രീതിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത മൈൻഡ്, അത് എന്തും ആഗ്രഹിക്കും, എങ്ങനെയും പ്രവർത്തിക്കും എന്നുള്ളത് പോലെ വിരോധയുക്ത പ്രീതി. അപ്പം അവിരോധ പ്രീതി എന്നാണ് പറയുന്നത്. അത് ഒരു അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നു. അതേപോലെ വിരോധയുക്ത പ്രീതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദേഷ്യം, നമുക്കതുപോലെ
അപ്പോൾ അവര് എന്താ പറയുക, മായാവാദികൾ ഇങ്ങനെയാണ്, അവർക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വാസമില്ലാതെ അവർ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. അപ്പൊ ഈ ആവശ്യത്തില് പ്രത്യേകിച്ച് എന്താണ്, നാവിനെ നിയന്ത്രിക്കണം എന്ന് പറയാണ്. കാരണം നാവിനെ നിയന്ത്രിക്കാൻ പറയാനുള്ള ഒരു കാരണമുണ്ട്. എന്തെന്ന് വെച്ചാല് നമ്മൾ ആദ്യം വാക്കിനെ വാചോവേഗ, മനസ്സ, ക്രോധവേഗം, 3 എണ്ണമാണ് പഠിച്ചത്. 3 6 കാര്യത്തിനെയാണ് ഈ ശ്ലോകത്തിൽ പഠിപ്പിക്കുന്നത്. ഒന്ന് വാചോ, മനസ്സ, ക്രോധ, 3 എണ്ണം. അത് കഴിഞ്ഞ് ജിഗ്വ, ഉദര, ഉപസ്ഥ. അപ്പോൾ ജിഗ്വ ഈ 3 നോക്കിയാൽ നാവ്, വയറ്, ജനനേന്ദ്രിയം, ഇത് 3 ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു കോഡിലാണ് ഇരിക്കുന്നത്, ഒരു ലൈനിലാണ് ഇരിക്കുന്നത്. അപ്പോ ഇതിന് മെയിൻ കാരണം എന്താണ്, ജനനേന്ദ്രിയം പ്രവർത്തിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാവാണ്. അപ്പൊ നാവിനെ കൺട്രോൾ ചെയ്താൽ ജനനേന്ദ്രിയത്തിനെ കൺട്രോൾ ചെയ്യാം, നാവിനെ കൺട്രോൾ ചെയ്താൽ വയറിനെ കൺട്രോൾ ചെയ്യാം. അതായത് നാവിനെ അനാവശ്യം സംസാരിക്കുക, അനാവശ്യം കഴിക്കുക എന്ന് പറയുമ്പോൾ അതെല്ലാം എവിടെയാ എഫക്റ്റ് ആകും എന്ന് ചോദിച്ചാൽ വയറിനെ എഫക്റ്റ് ആകും. അപ്പൊ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താ സംഭവിക്കും, ജനനേന്ദ്രിയം പ്രവർത്തിക്കും. അപ്പോ എന്താണ് കൃഷ്ണപ്രസാദമാണ്, കൃഷ്ണമന്ത്രമാണ് ജപിക്കുമെങ്കിൽ എന്താണ്, മനസ്സും നിറയും, വയറും നിറയും. ഓട്ടോമാറ്റിക്കായി ജനനേന്ദ്രിയം പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭക്തിവിനോദ ഠാക്കൂർ മഹാരാജ് പറയുന്നുണ്ട്, നമ്മൾ മഹാപ്രസാദം കഴിക്കുമ്പോൾ ഇവിടെ ഒരു മന്ത്രം പറയാറുണ്ട്, ശരീര അവിദ്യജാൽ ജഡേന്ദ്രിയ ദൊഹേക്കാൽ ജീവഫലേ വിഷയസാഗരെ എന്ന് പറയുന്ന ആ മന്ത്രം പറയാറുണ്ട്. അപ്പൊ ആ മന്ത്രത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം അവിദ്യ കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാണ്. അതായത് വിദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള വിദ്യ, ആ വിദ്യ ഇല്ലാതെ അവിദ്യയിലിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവിദ്യ നമ്മളെ എങ്ങോട്ടാണ് നയിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മരണത്തിലോട്ടാണ് അത് നയിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാവിനെ നിയന്ത്രിക്കണം എന്ന് പറയാണ്. അങ്ങനെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ എന്താ കഴിക്കേണ്ടത്, കൃഷ്ണപ്രസാദം കഴിക്കണം എന്നാണ് പറയുന്നത്. ആ കൃഷ്ണപ്രസാദം എങ്ങനെ കഴിക്കണം, രാധാകൃഷ്ണ ഗുണകാവ്, രാധാകൃഷ്ണനെ കീർത്തിച്ചുകൊണ്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കൃഷ്ണപ്രസാദം കഴിക്കുമ്പോൾ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ രാധാകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, കാരണം അവരുടെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് ഈ കൃഷ്ണപ്രസാദം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ കൃഷ്ണപ്രസാദം അത്രയും റെസ്പെക്റ്റോടി കൂടി നമ്മൾ കഴിക്കുമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, നമ്മുടെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യസ് എന്ത് ചെയ്തിരിക്കുന്നത്, കഴിക്കുമ്പോൾ പോലും നമ്മൾ വെറുതെ ഈവൻ പ്രസാദമായിരുന്നാലും അത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയും കഴിക്കാം, ഭഗവത് കാരുണ്യത്തിന് വേണ്ടിയും കഴിക്കാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രസാദം തന്ന, ഈവൻ പറയുന്നുണ്ട് ഒരു പാലറ്റബിൾ ഫുഡ്, ഒരുപാട് വെറൈറ്റി ആയിട്ട് ഓപ്പുലന്റ് ആയിട്ട് നമുക്ക് അത് ഇത് ഒരുപാട് ഐറ്റംസ് തരും. പക്ഷെ ഇത്രയും ഐറ്റംസ് നമ്മൾ എല്ലാം കൂടെ അങ്ങ് ആർത്തി പിടിച്ച് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ നിയന്ത്രണം അവിടെ ഉണ്ടാവില്ല. അപ്പൊ എത്ര നമുക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും, ഈവൻ മഹാപ്രസാദമായിരുന്നു. ഇന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, മഹാപ്രസാദമാണെങ്കിൽ കഴുത്ത് വരെയും കഴിക്കാം, ആ കോൺഷ്യസ് ഉണ്ടെങ്കിൽ ഏതുവരെ കഴിക്കാം, കഴുത്ത് വരെയും കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബോധമില്ലാതെയാണ് ഇത്രയും കഴിച്ചാൽ ഇതെല്ലാം പ്രവർത്തിക്കും. എന്താണ്, നാവ് പ്രവർത്തിക്കും, വയറ് പ്രവർത്തിക്കും, ജനനേന്ദ്രിയം പ്രവർത്തിക്കും, പിന്നെ വാക്കിന്റെ ത്വര, മനസ്സിന്റെ ത്വര, ഇതെല്ലാം നിയന്ത്രണവും കൂടുന്നു. അപ്പോ എന്നാൽ കൃഷ്ണബോധം, ആ ബോധത്തോടെ രാധാകൃഷ്ണന്റെ കീർത്തിച്ചുകൊണ്ട്, രാധാകൃഷ്ണ പ്രസാദം കഴിക്കുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിനെ കീർത്തിച്ചുകൊണ്ട് ചൈതന്യ മഹാപ്രഭുയുടെ പ്രസാദം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാം. ആരുണ്ട് വായിച്ചവരല്ലെങ്കിൽ തിരിച്ചു വായിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. 6 തരം രസങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിനാൽ പ്രക്ഷുബ്ധനായി തീർന്നുവെങ്കിൽ അയാൾ ജിഹ്വയുടെ വേഗത്തിന് അധീനനായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ചിലർ ഇറച്ചി, മത്സ്യം, ഞണ്ട്, മുട്ടകൾ, ശുക്ല ശോണിതോൽപ്പന്നങ്ങളായ മറ്റു വസ്തുക്കൾ എന്നിവ നിർജീവ ശരീര രൂപത്തിൽ ഭക്ഷിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. മറ്റു ചിലർ പച്ചക്കറികൾ, വള്ളികൾ, ഗോരസങ്ങൾ മുതലായവ ഭക്ഷിക്കുന്നതിൽ തൽപരന്മാരായിരിക്കും. പക്ഷേ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്, ജിഹ്വ സന്ദർപ്പണം.
ജിഹ്വേന്ദ്രിയ തൃപ്തനത്തിനായി മാത്രം മുളക്, പുളി മുതലായ മസാല ദ്രവ്യങ്ങൾ കൂടുതൽ ചേർത്ത് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് കൃഷ്ണാവബോധാനുയായികൾ ഉപേക്ഷിക്കേണ്ടതാണ്. വെറ്റില മുറുക്കൽ, ഹരിതകി, അടക്ക മുറുക്കുന്നതിനുപയോഗിക്കുന്ന മറ്റു വിവിധ സുഗന്ധദ്രവ്യങ്ങൾ, പുകയില, LSD, മരിജുവാന, കറുപ്പ്, മദ്യം, കാപ്പി, ചായ എന്നിവയും ജിഹ്വ പ്രീതിക്കായി സ്വീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. കൃഷ്ണന് നിവേദിച്ച പ്രസാദം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ എന്ന ഒരു ശീലം വളർത്തിയാൽ മായയുടെ മേൽപ്പറഞ്ഞ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഗോരസങ്ങൾ, ജലം എന്നിവ ഭഗവാന് നിവേദിക്കാവുന്ന ഭക്ഷ്യങ്ങളാണ് എന്ന് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല രുചിയുണ്ടെന്ന് വിചാരിച്ച് പ്രസാദം ആവശ്യത്തിലധികം ഒരാൾ കഴിക്കുന്നതായാൽ അയാളും ജിഹ്വാ പ്രീതിക്കുള്ള പ്രയത്നത്തിന്റെ അടിമയായിത്തീരും. പ്രസാദം ഭക്ഷിക്കുമ്പോൾ അത്യന്തം രുചിപ്രദങ്ങളായ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. നല്ല രുചിയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നാം ഭഗവാന് നിവേദിക്കുവാൻ തീർച്ചപ്പെടുത്തിയാൽ ആ പദാർത്ഥങ്ങൾ പിന്നീട് തനിക്ക് ഭക്ഷിക്കാമല്ലോ എന്ന ആശയോടെ ജിഹ്വാ പ്രീതിക്കായി നാം പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. വിശിഷ്ട ഭോജ്യങ്ങൾ ലഭിക്കുമെന്ന ആശയോടെ ഒരു ധനികന്റെ ക്ഷണം നാം സ്വീകരിക്കുന്നു എങ്കിൽ നമ്മുടെ ലക്ഷ്യം ജിഹ്വാ പ്രീതി സമ്പാദനമാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ അന്ത്യലീല 6:227 പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ജിഹ്വ ഹരേ കൃഷ്ണ. വായിക്കട്ടെ. രണ്ട് പാരഗ്രാഫ്. ജിഹ്വാര ലാലസേ യേ ഇതി ഉദിതായ ശിഷ്ണോദര പരായണ കൃഷ്ണനാഹിപായ. രസന പ്രീതിക്ക് വേണ്ടി അങ്ങുമിങ്ങും അന്വേഷിച്ച് നടക്കുന്നവർക്കും ഉദരത്തിൻ്റെയും ജനനേന്ദ്രിയത്തിൻ്റെയും അഭിലാഷങ്ങളിൽ ആസക്തിയുള്ളവർക്കും കൃഷ്ണനെ ലഭിക്കുവാൻ പ്രയാസമാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ജിഹ്വയും ഉദരവും ഉൽപാദനേന്ദ്രിയവും ഒരു നേർവരയിലാണ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അവ ഒരു വകുപ്പിൽ പെടുകയും ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഫാല ന കൈബേ ആര ഫാല ന പരിബേ എന്ന്. അതായത് ആഡംബരമായി വസ്ത്രധാരണം ചെയ്യരുത്, രുചികരങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അനുഭവിക്കരുത്. ചൈതന്യ ചരിതാമൃതം അന്ത്യലീല 6:23. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളതല്ല വിഷയം. കാരണം വെജിറ്റേറിയൻ ആയാലും ഈ പറയുന്നത് പോലെ മീന്, മുട്ട ഇങ്ങനെയുള്ള വെജിറ്റേറിയൻ കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ആയിരുന്നാലും ഇനി നോൺ വെജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നാലും ശരി തന്നെ. പക്ഷെ ഭഗവാന് കൊടുക്കാതെ കഴിക്കുമ്പോൾ ഇതിലൊന്നും കാര്യമില്ല. ഈ നിയന്ത്രണത്തിൽ ഒന്നും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യണം, ഭഗവാന് കൊടുത്തിട്ട് തന്നെ കഴിക്കണം. ഇനി അടുത്തത് പറയുന്നുണ്ട്, എന്താ പറയാ വെച്ചാല് നമ്മൾ പുളി, എരിവ്, പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ല, അതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കണം. അതിൽ ഭയങ്കര സ്പൈസി ആയിട്ട് കഴിക്കരുത്, ഭയങ്കര ഹോട്ടായിട്ട് കഴിക്കരുത്. പുളി ഒരുപാട് അധികം എടുക്കാൻ പാടില്ല. ഇതെല്ലാം തമോ ഗുണത്തിലെ ഫുഡാണ്, തമോ രജോ ഗുണത്തിലെ ഫുഡാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ സാത്വിക ഗുണം ഇല്ലാതെയായാൽ നമ്മുടെ ഇന്റലിജന്റ് അങ്ങനെ ഫങ്ഷൻ ആവില്ല. നമ്മുടെ അത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലഡ്ഡു കഴിക്കുമ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും, വെള്ളം തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ വെള്ളം തരും, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും, നമുക്കൊന്നും പ്രശ്നമില്ല, കുറച്ച് നേരം കഴിഞ്ഞാലും നമുക്ക് വെള്ളം വാങ്ങിച്ചു കുടിക്കാം. എന്നാൽ ഒരു എരിവ് മുളക് കഴിച്ചു, ഇപ്പൊ നമുക്ക് വെള്ളം വേണം. നമ്മൾ ചോദിക്കുന്ന രീതി തന്നെ അങ്ങ് മാറും. ഇപ്പൊ എങ്ങനെയാ വെള്ളം ചോദിക്കുക, വെള്ളം 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 എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ നേരത്തെ നമുക്ക് വെള്ളം വേണമായിരുന്നു, നമ്മൾ അങ്ങനെ വിളിച്ചില്ല. പക്ഷെ ഇപ്പൊ വെള്ളം വിളിച്ചിട്ട് കൊണ്ടുവരാൻ താമസിച്ചു, ഉടനെ ഇമ്മീഡിയറ്റ് ആണ് ദേഷ്യം വരും. ഉള്ള എരിവിട്ടതും പോരാ, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ച ഫുഡാണ് നമുക്ക് റിയാക്ഷൻ മാറിയത് നമ്മുടെ. അപ്പോൾ തമോ രജോ ഗുണത്തിൽ കഴിക്കുമ്പോൾ, ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ അതുപോലെയായിരിക്കും. നമുക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോഡുകാരന്മാര്, ഇവരൊക്കെ ഉണ്ട്. ഇവര് എന്താ വെച്ചാൽ നന്നായിട്ട് എരിവും പുളിയും ഒക്കെ ഹോട്ടലിലൊക്കെ പോയി നോൺ വെജ് ഒക്കെ കഴിക്കും, എന്നിട്ട് വെള്ളം അടിക്കും. ഇവര് ഫുള്ളി തമോ ഗുണത്തിലിരിക്കും. ചുമ്മാ നമ്മൾ പോയിട്ട് അവരെങ്ങനെ ഒന്ന് നോക്കിയാൽ മതി, എന്താ ചെറഞ്ഞു നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര്
ഇമ്മീഡിയറ്റ് ആയിട്ട് ദേഷ്യം കാണിക്കും. നമ്മളൊന്ന് തിരിച്ചു പറഞ്ഞാൽ അടിക്കാൻ വരും, സംസാരിക്കും. അപ്പൊ അവര് ഏത് ഗുണത്തിലായിരിക്കും ചില അവർ കഴിക്കുന്ന ഫുഡാണ് അവരുടെ ഗുണത്തിനെ മാറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സാത്വിക ഗുണത്തിൽ വരണമെങ്കിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ശരിക്കും നോക്കിയാൽ നമ്മൾ ആവശ്യത്തിന് അധികം ആൾക്കാർ കഴിച്ചിട്ട് പിന്നെ പോയി ഡെയിലി എക്സസൈസ് ചെയ്യും. എന്താണ് എക്സസൈസ്? അല്ലെങ്കിൽ ഡോക്ടർ പറയും ഇനി ഇങ്ങനെ ആഹാരം കഴിക്കരുത്, അരി ആഹാരമേ കഴിക്കരുതെന്ന് പറയും. കാരണം അത്രയും ഷുഗർ കൂട്ടി. ഫ്രൂട്ട്സ് കഴിക്കരുത്, അരി ആഹാരം കഴിക്കരുത്, രാത്രി ഒരു നേരം കഴിക്കുക, കുറച്ച് കഴിക്കുക എന്നൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ വരും. പക്ഷെ നമ്മൾ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് പോയാലോ നമുക്ക് ഹെൽത്തി ആയിട്ട് ആവശ്യമുള്ളത് കഴിക്കാം, ഹെൽത്തി ആയിട്ട് കഴിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫുഡ് കൺട്രോള് ശരിക്കും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ആചാര്യാസ് പിന്നെ ചില ഡിവോട്ടീസ് എന്താ വിചാരിക്കും, എല്ലാം പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രസാദമാണ് ശരി, എന്നിട്ട് എല്ലാം കഴിയും. അവിടെയും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈവൻ പ്രസാദമാണെങ്കിൽ നിങ്ങൾക്ക് 100% കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, പ്രശ്നമല്ല. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോൺഷ്യസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. എത്രയാണോ നമ്മുടെ വയറിന് ആവശ്യം അത്രയാണ്. മധുകരി എന്ന് പറയും. ഈ ഗോസ്വാമിമാരൊന്നും ഇങ്ങനെ ആവശ്യത്തിന് കഴിക്കില്ല. അവർക്ക് എത്ര കിട്ടിയാലും അവർ 2 കൈ കൊണ്ട് ഇങ്ങനെ ഒരു യാചിക്കും. അതിനകത്ത് കിട്ടുന്നത് മാത്രമേ അവർ കഴിക്കാറുള്ളൂ. അപ്പൊ അന്ന് അഥവാ ഒരു 2-3 വീടുകളിൽ പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഫുൾ ഡേ അലഞ്ഞു തിരിഞ്ഞ് അത് മേടിച്ചിട്ട് വരില്ല. അവര് ഒരു 4 വീട് 5 വീട് പോകും. ശുഗമുനി ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ട് ഒരു നേരം ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അവിടെ പാല് കറക്കാൻ ഒരു പർട്ടിക്കുലർ സമയം ഉണ്ടാവും. ആ സമയം വരെ മാത്രമേ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കാറുള്ളൂ. പാല് കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ അന്ന് പട്ടിണിയാണ്. ശുഗമുനി അവിടെ നിന്ന് പോകും. അപ്പോ ശുഗമുനി അതിന് മേലെ ഒരു വീട്ടിന്റെ മുറ്റത്ത് നിൽക്കാറില്ല. അപ്പൊ ഇങ്ങനെയാണ് ഭക്തന്മാര് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രഭുപാദൻ ഒരുപാട് കാര്യം പറഞ്ഞു. ടീ കുടിക്കാൻ പാടില്ല, കോഫി കുടിക്കാൻ പാടില്ല, LSD യൂസ് ചെയ്യാൻ പാടില്ല, മരിജുവാന. അപ്പൊ ഇതെന്തിനാ നമുക്ക് തോന്നും ഈ LSD മരിജുവാനൊക്കെ എന്തിനാ പ്രഭുപാദ് പറഞ്ഞു? കാരണം പ്രഭുപാദ് പ്രീച്ച് ചെയ്തത് വെസ്റ്റിലാണ്, ഫോറിനേഴ്സിന്റെ ഇടയ്ക്കാണ്. അപ്പൊ അവരെല്ലാം ഡ്രഗ്സ് അടിക്കുന്നതായിരുന്നു. അവരെല്ലാം മരിജുവാന യൂസ് ചെയ്യും, LSD യൂസ് ചെയ്യും, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കോഫി ഇല്ലെങ്കിൽ തീർന്നു, അല്ലെ? നമ്മുടെ നാട്ടിലും കോഫി ടീ ഇല്ലെങ്കിൽ തീർന്നു ആൾക്കാർക്ക്. ഒന്നും ഒരു പരിപാടി നടക്കില്ല. രാവിലെ ബാത്റൂമിൽ പോലും പോവില്ല ടീ കുടിക്കാതെ. അപ്പോ അത്രയും കറക്റ്റ് 11 മണിയായാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കും. പിന്നെ ഒരു ജോലിയും ചെയ്യില്ല. ടീ കുടിച്ചിട്ട് വന്നാലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. 4 മണിയായാലും അവർക്ക് പുറത്തു പോകണം. അപ്പൊ അങ്ങനെ അഡിക്റ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഒന്നിനും അഡിക്റ്റായി, ഒരു ഇന്ദ്രിയത്തിന് അഡിക്റ്റായി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയന്ത്രണം ഇവിടെ നമുക്ക് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് എന്താണ് നമ്മള് അത് മനസ്സിലാക്കണം. ഇനി ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ഒരാളുടെ വസ്ത്രം, ഒരാളുടെ ഫുഡ്, ഇത് ഒരു ഇന്ദ്രിയ സുഖമാണ്. ഓരോ ടൈപ്പ് വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് ഇടുക, പിന്നെ ആൾക്കാരെ കൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇട്ടാൽ ശരിക്കും നമുക്ക് വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് മേടിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ഇന്ദ്രിയം നമുക്ക് കാണുമ്പോൾ, കണ്ണിൽ കാണുമ്പോൾ നമ്മൾ നല്ല എന്താ പറയാ ഫോട്ടോഷൂട്ടൊക്കെ ആൾക്കാർ എടുക്കും, സെൽഫി എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രസിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കണ്ട് നമ്മൾ രസിക്കാൻ വേണ്ടി. അത് മാത്രമല്ല മറ്റുള്ളവന്റെ ഇന്ദ്രിയത്തിനെയും കൂടെ ടെംപ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു ഡ്രസ്സ് നല്ലതായിട്ട് നമുക്ക് എടുത്തിട്ടാൽ മതി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഈ പ്രോഗ്രാമിൽ ഞാൻ ഇടില്ല, എനിക്ക് പുതിയത് വേണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഇത് പുറമേ ഉള്ളവർക്ക് കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലെ ചിന്ത. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇന്ദ്രിയത്തിനെ കൂടുതൽ സൂചിപ്പിക്കും. കൂടാതെ മറ്റുള്ളവന്റെ ഇന്ദ്രിയത്തിനെയും കൂടെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യരുത്. ഈവൻ രൂപ സനാതന ഗോസ്വാമി, ആദ്യത്തെ ഗോസ്വാമി വന്നു, രണ്ടാമത്തെ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ട് ഫൈനലി എത്രയോ ദിവസങ്ങൾ ബംഗാളിൽ നിന്ന് വൃന്ദാവനത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് അദ്ദേഹം ഓടി വരും. അങ്ങനെ ഓടി വന്നിട്ട് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല, എങ്ങനെയും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ചൈതന്യ കെട്ടിച്ചേർത്ത് പിടിക്കും. ഇത്രയും ദിവസം കഴിഞ്ഞ് രൂപഗോസ്വാമി ഒന്ന് സനാതന ഗോസ്വാമിനെ കെട്ടിച്ചേർത്ത് പിടിക്കും, സന്തോഷത്തോടു കൂടി കെട്ടിച്ചേർത്ത് പിടിക്കും. പക്ഷെ കെട്ടിച്ചേർത്ത് പിടിച്ചാലും നെക്സ്റ്റ് ഡേ വന്നപ്പോൾ രൂപഗോസ്വാമി സനാതന ഗോസ്വാമി അവിടെ ഒന്ന് നിൽക്കും. സനാതന ഗോസ്വാമിയുടെ മുഖത്തിനെ നോക്കില്ല, ഇങ്ങനെ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ചതറിട്ടിരിക്കും, ഒരു കമ്പിളിയിലുള്ള ഒരു ഷാൾ ഇട്ടിരിക്കും. ഈ ഷാൾ കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇദ്ദേഹം 1 ലക്ഷം സ്വർണ്ണ നാണയം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. എന്താ പറയാ ആ നവാബിന് ജോലി ചെയ്ത മിനിസ്റ്ററായിട്ട് ജോലി ചെയ്തവരാണ് അത് വിട്ടിട്ട് ചൈതന്യ കൂടെ വന്നത്.
അപ്പോ ഇവിടെ എന്താ ചെയ്യുവെച്ചാൽ എല്ലാം ഉപേക്ഷിച്ചു, പക്ഷെ അവരൊരു നല്ല കോസ്റ്റ്ലി ക്ലോത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഖം നോക്കാതെ, അതായത് ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ മേലെ വീഴണം, ഭക്തന്മാരുടെ ദൃഷ്ടി നമ്മുടെ മേലെ വീഴണം, പശുക്കളുടെ ദൃഷ്ടി നമ്മുടെ മേലെ വീഴണം, ഇതെല്ലാം അനുഗ്രഹമാണ്. പക്ഷെ ഇപ്പോ ഈ സനാതന ഗോസ്വാമി നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു രാവിലെ വന്നോണ്ട് ഇങ്ങനെ കമ്പിളിയെ മാത്രം നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് മിണ്ടാതെ അങ്ങ് പൂക്കളായി. അപ്പൊ ഇത് ഒരു ദിവസം നോക്കി, 2 ദിവസം നോക്കി, എനിക്ക് ദർശനം കിട്ടുന്നില്ല. 3ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോ ഇദ്ദേഹം വിചാരിച്ചു, എന്നും എനിക്ക് ദർശനം കിട്ടുന്നത് എനിക്കല്ല, ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്പിളിക്കാണ് ദർശനം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭിക്ഷക്കാരനിരിക്കും. അയാളാണെങ്കിൽ ഒരു മുഷിഞ്ഞ ഇവരാണെങ്കിൽ റിച്ച് ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ആ മുഷിഞ്ഞ് കീറിയ ഒരു കമ്പിളി എടുത്തിട്ട് അദ്ദേഹം ചോദിക്കും, അത് എനിക്ക് തരുമോ? ഞാൻ എൻ്റെത് തരാം. അയാൾ ചിരിച്ചിട്ട് പറയും, എന്താ തമാശ അടിക്കുകയാണെന്ന്. ഇല്ല സീരിയസ് ആയിട്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് സനാതന ഗോസ്വാമി അതിനെ ഊരി കൊടുത്തിട്ട് കീറിയതിനെടുത്ത് തിരിച്ച് തോളിലിട്ടിട്ട് അടുത്ത ദിവസം വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നോക്കിയപ്പോൾ അത് കീറിയത്. ഉടനെ സനാതന ഗോസ്വാമിയുടെ മുഖം നോക്കി ചിരിച്ചിട്ട് രണ്ടാമതും പോയി കെട്ടിപ്പിടിക്കും, നീ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത്രയും എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നാലും ആ ചെറിയ വസ്തുവിൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടോ, നല്ല വസ്തുക്കളുണ്ടോ എന്നുള്ളതല്ല വിഷയം, നമ്മൾ എത്രത്തോളം അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ആസക്തി ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് ഇനി എല്ലാം നാളെ മുതൽ എനിക്ക് ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിക്കാൻ പോകുന്നു, അങ്ങനെയല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഉണ്ടായിരുന്നാലും ഉപയോഗിക്കാതിരിക്കുക. ഫുഡ് ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷെ നമ്മൾ നമ്മുടെ വയറിനെ മനസ്സിലാക്കി, നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എത്ര ആവശ്യമുണ്ടോ അത്ര കഴിക്കണം. ഇനി വസ്ത്രം ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് വസ്ത്രം? നമുക്ക് ആവശ്യമുള്ളത് വസ്ത്രം ഇനിയും പോയി എടുത്ത് കൂട്ടണം എന്ന് നിർബന്ധമില്ല. ഒരെണ്ണം തീരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. അങ്ങനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, വായിക്കാമോ? ഒരു 10 മിനിറ്റ് കൂടെ. എല്ലാം നിർത്താമോ? ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ നോക്കാം. വായിക്കാം. എത്ര പേര്? 1 2 3 4 5 6. ഓക്കെ, ശരി, എങ്കിൽ വായിച്ചേക്കാം. ആരെങ്കിലും ഒരാൾ വായിക്കാവോ? മൊത്തത്തിൽ അങ്ങ് വായിച്ചേക്കാം. രമാമാതാജി വായിക്കാവോ? അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രഭു. ജിഹ്വ ലാലസയും തുടങ്ങിയല്ലേ പ്രഭുജി? അത് 2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ചെറിയ പാരഗ്രാഫ്. ഈ അപഗ്രഥനം അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ അപഗ്രഥനം വെച്ച് നോക്കുമ്പോൾ ഉദരരോഗം പിടിപെട്ടവർക്കും ഉദരത്തിന്റെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുക സാധ്യമല്ല. ആവശ്യത്തിലധികം ഭക്ഷിക്കുവാൻ നാം ആഗ്രഹിച്ചാൽ ജീവിതത്തിൽ ഒട്ടനേകം അസൗകര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഏകാദശി, ജന്മാഷ്ടമി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഉപവസിക്കുകയാണെങ്കിൽ ഉദരത്തിന്റെ ത്വരയെ നമുക്ക് നിയന്ത്രിക്കാം. ഇനി ജനനേന്ദ്രിയങ്ങളുടെ കാര്യമെടുക്കാം. ധാർമ്മികം, അധാർമികം അഥവാ അന്യായം, ന്യായം എന്നിങ്ങനെ 2 വിധത്തിലുണ്ട്. ഒരാൾ ശരിക്കും താരുണ്യത്തിലെത്തിയാൽ ശാസ്ത്രങ്ങളുടെ അനുശാസനങ്ങൾക്കനുസരിച്ച് നിയമരീതിയിൽ അയാൾക്ക് വിവാഹം ചെയ്യാം. സത്പുത്രന്മാരുണ്ടാകുന്നതിനു വേണ്ടി ഉത്പാദനേന്ദ്രിയത്തെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ന്യായാനുസൃതവും ധാർമ്മികവുമാണ്. ഇപ്രകാരമല്ലെങ്കിൽ അയാൾ തന്റെ ജനനേന്ദ്രിയത്തിന്റെ പ്രീതിക്കായി കൃത്രിമ മാർഗങ്ങൾ സ്വീകരിച്ചെന്നു വരാം. നിയന്ത്രണം ഏർപ്പെടുത്തുകയുമില്ല. ശാസ്ത്രത്തിൽ പ്രതിപാദിച്ച മാതിരി അയാൾ അന്യായമായ ലൈംഗിക ജീവിതത്തിൽ മുഴുകിയാൽ വിചാരം, ഉപായാന്വേഷണം, സംഭോഗത്തെ പറ്റിയുള്ള സംസാരം, യഥാർത്ഥ സംഭോഗം എന്നിങ്ങനെയുള്ള അധാർമിക ലൈംഗിക ജീവിതത്തിൽ മുഴുകിയാൽ, അല്ലെങ്കിൽ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക തൃഷ്ണ ശമിപ്പിച്ചാൽ അയാൾ മായയുടെ അധീനതയിൽ അകപ്പെട്ടതായി കരുതണം. ഈ നിർദ്ദേശങ്ങൾ ഗൃഹസ്ഥർക്ക് മാത്രമായിട്ടുള്ളതല്ല, ത്യാഗികൾക്കും കൂടിയുള്ളതാണ്. ശ്രീ ജഗദാനന്ദ പണ്ഡിതൻ പ്രേമ വിവർത്തനം എന്ന കൃതിയിൽ 7ാം അധ്യായത്തിൽ പറയുന്നു: വൈരാഗീബായി ഗ്രാമ്യ കഥാന ശുനീബേ കാനെ ഗ്രാമ്യ വാർത്താന കഹിബേ യബേ മിലിബേ ആനെ സ്വപ്നേ ഓനാകരാബായി സ്ത്രീ സംഭാഷണ
ഗൃഹേ സ്ത്രീ ചാടിയാബായി ആസിയാജാവന യതി ചാഹാ പ്രണയാരാഖിതേ ഗൗരാംഗേരാസനെ ചോട്ടാ ഹരിദാസേര കഥാദാഖേ യേന മനെ ബാലാന ഘായിബേ ആരാ ബാലാന പരിബേ ഹൃദയേതേ രാധാകൃഷ്ണ സർവദാ സേവിബേ. പ്രിയ സഹോദര, താങ്കൾ വൈരാഗിയാണ്, സന്യാസിയാണ്. സാധാരണ ലൗകിക കാര്യങ്ങൾ കേൾക്കുന്നത് യോജിച്ചതല്ല. മറ്റുള്ളവരോട് അവ സംസാരിക്കുന്നതും ശരിയല്ല. പരിഹരിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് താങ്കൾ സന്യാസം സ്വീകരിച്ചിട്ടുള്ളത്. ചൈതന്യ മഹാപ്രഭുവുമായിട്ടുള്ള സംസർഗം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചോട്ടാ ഹരിദാസന്റെ സംഭവവും അയാളെ പ്രഭു ഉപേക്ഷിച്ച കഥയും എപ്പോഴും ഓർക്കുന്നത് നന്ന്. അതിരുചികരങ്ങളായ ഭോജ്യങ്ങൾ ഭക്ഷിക്കുകയോ ആഡംബരത്തോടുകൂടി വസ്ത്രധാരണം ചെയ്യുകയോ അരുത്. എപ്പോഴും വിനീതനായിട്ടിരിക്കുക. ശ്രീ രാധാകൃഷ്ണനെ എപ്പോഴും ഹൃദയാന്തർഭാഗത്ത് കുടിയിരുത്തി സേവിക്കുക. വാക്ക്, മനസ്സ്, ക്രോധം, ജിഹ്വ, ഉദരം, ഉപസ്ഥം, ഉത്പാദനേന്ദ്രിയം എന്നീ 6 കാര്യങ്ങളിൽ നിയന്ത്രണം സാധിച്ചിട്ടുള്ളവനാണ് സ്വാമി അഥവാ ഗോസ്വാമി. സ്വാമി എന്ന വാക്കിന് അധിപൻ എന്നാണ് അർത്ഥം. ഗോസ്വാമി എന്ന വാക്കിന് ഗോക്കളുടെ അഥവാ ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നർത്ഥം. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാമി എന്ന പേര് താനെ വന്നു ചേരുകയായി. കുടുംബത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം ആധിപത്യമുള്ളവനെയല്ല, ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം ഉള്ളവനെ മാത്രമേ സ്വാമി എന്ന് പറയാറുള്ളൂ. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം ഇല്ലാത്തവനെ ഗോസ്വാമി എന്നല്ല, ഗോദാസൻ അതായത് ഇന്ദ്രിയദാസൻ എന്നാണ് പറയേണ്ടത്. വൃന്ദാവനത്തിലെ 6 ഗോസ്വാമികളുടെ അനുയായികളായ എല്ലാ സ്വാമികളും ഗോസ്വാമികളും ഭഗവാന്റെ പ്രേമ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കണം. അതിന് വിപരീതമായി ഗോദാസന്മാരാകട്ടെ ഇന്ദ്രിയങ്ങളെയും ഭൗതിക ലോകത്തെയും സേവിച്ചു കഴിയുന്നു. മറ്റൊരു തൊഴിലും അവർക്കില്ല. പ്രഹ്ലാദ മഹാരാജ് ഈ ഗോദാസന്മാരെ അദാന്തഗോക്കളായി, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവരായി വർണ്ണിച്ചിട്ടുണ്ട്. അദാന്തഗോവായ ഒരുവനെ കൃഷ്ണദാസനായിട്ടിരിക്കുവാൻ സാധ്യമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ 7:5 സ്കന്ധം 5-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മതിർന്ന കൃഷ്ണേ പരതസ്വദോ വാമിത്യോ വിപദ്യേത ഗ്രഹവ്രതാനാം അദാന്തഗോഭിർവിശദാം തമിശ്രം പുനഃപുനശ്ചർവിതചർവണാനാം. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഭൗതിക ലോകത്തിൽ കഴിയുവാൻ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് സ്വപ്രയത്നം കൊണ്ടോ പരപ്രചോദനം കൊണ്ടോ യോജിച്ചു നടത്തുന്ന സമ്മേളനങ്ങൾ കൊണ്ടോ കൃഷ്ണാവബോധമുള്ളവനായി തീരുവാൻ ഒരു വഴിയും ഇല്ല. കടിഞ്ഞാണില്ലാത്ത ഇന്ദ്രിയങ്ങളാൽ അവർ അവിദ്യയുടെ കൂരിരുട്ടിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അവർ ചർവിത ചർവണത്തിൽ ഭ്രമിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യസ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത്. ജന്മാഷ്ടമി, ഗൗരവ പൂർണിമ, നരസിംഹ ജയന്തി, നിത്യാനന്ദ ത്രയോദശി, ബലറാം ജയന്തി, രാധാഷ്ടമി പോലെയുള്ള ഫെസ്റ്റിവലിലും നമ്മളെ എന്ത് ചെയ്യാൻ പറയുന്നു? വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നു. കാരണം വ്രതങ്ങൾ എടുക്കുമ്പോൾ അന്ന് നമ്മൾ ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഹോൾ ഡേയ്സ് നമ്മൾ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഭഗവാനെ സ്മരിക്കും. അതായത് ഏകാദശി ഏകാദശി ദിവസത്തിൽ ഗോവിന്ദനെ മാത്രം സ്മരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഗോവിന്ദന്റെ നാമം ജപിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ന് കഴിക്കണം എന്നുള്ള ടെംപ്ടേഷൻ ഓട്ടോമാറ്റിക് മൈൻഡ് നമുക്ക് തരും. അയ്യോ വിശക്കുന്നു, അയ്യോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? വിശപ്പാണ്, ഇന്ന് പക്ഷെ ഏകാദശിയാണ്, അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നിയന്ത്രിക്കും. നമ്മളെ ആ നിയന്ത്രണം നമുക്ക് നല്ലതാണ്, ആധ്യാത്മിക പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പോലും ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു സയന്റിസ്റ്റ് ഒരു 2-3 വർഷത്തിന് മുമ്പ് ജപ്പാനിലെ ഒരാള് അവരെന്താ പറയുക വെച്ചാൽ മാസത്തിൽ 2 ദിവസം നമ്മൾ പട്ടിണി കിടക്കുമെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ ഓൾറെഡി പറയുന്നുണ്ട് എന്താണ്, മാസത്തിൽ 2 ദിവസം 11 ദിവസം ഏകാദശി കൂടുമ്പോൾ 11 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തിനാ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ കൃഷ്ണനെ കൂടുതൽ സേവനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹെൽത്ത് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചിട്ടയോടെ ഒരു യോഗിക്ക് ഒരുപാട് ആയുഷ്കാലം കൂടുതൽ ജീവിക്കും. എന്തിനാണ് അത്രയും ആയുഷ്കാലം ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലാതെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയല്ല. ഇവിടെ ഒരു യോഗ പ്രാക്ടീസിന് പോയിട്ട് കുറച്ച് ഹെൽത്ത് കിട്ടിയാൽ ഉടനെ പിന്നെ എന്ത് ചെയ്യും, ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കും. ചർവിത എന്ന് പറയുന്നുണ്ട്. അത് ഈ പശുക്കൾ എങ്ങനെയാണ്, കഴിച്ചത് തന്നെ എടുത്തിട്ട് പിന്നെ ഇട്ട് ചവച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, അത്രയും പവർഫുൾ ആയിട്ട് ഒരു കൺട്രോൾഡ് ബോഡി കിട്ടിയാൽ നമുക്ക് കൂടുതൽ ഭഗവാനെ സേവിക്കാനായിട്ട് അതിനെ ഉപയോഗിക്കണമെന്ന് പറയാണ്. ഇവിടെ പറയുന്നത് പോലെ പ്രൂപം 4 നിയമങ്ങൾ പറയുന്നുണ്ട്. നോ ഇല്ലിസിറ്റ് സെക്സ്, അവിഹിത ബന്ധൻ പാടില്ല. പക്ഷെ എന്താണ്, ലൈസൻസ്ഡ് ഒരു മാരീഡ് കപ്പിൾസ് ഫിസിക്കൽ റിലേഷൻ പാടുണ്ട്. എന്തിനാണ്, നല്ലൊരു സസന്താനത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നോ മീറ്റ് ഈറ്റിംഗ്, അതായത് മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇൻടോക്സിക്കേഷൻ, ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഗാംബ്ലിംഗ്, ചൂത് കളിക്കരുത്. കാരണം കാശിന് വേണ്ടിയിട്ട് എന്ത് പാവവും ചെയ്യാൻ ആൾക്കാർ തയ്യാറാവും. അതുകൊണ്ട് ചൂത് കളിക്കരുത്. അപ്പൊ ഇങ്ങനെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൃഷ്ണഭക്തിയിൽ പുരോഗമനം നമുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കഥ കൂടെ പറയുന്നുണ്ട്. ഛോട്ടാ ഹരിദാസിന്റെ കഥ പറയുന്നുണ്ട്. ഹരിദാസ് ചൈതന്യ മഹാപ്രഭുയുടെ സെക്രട്ടറി ആയിട്ട് കൂടെ ഉണ്ടാവും. എപ്പോഴും ചൈതന്യ മഹാപ്രഭു ഹെൽപ്പിങ്ങിന് കൂടെ ഉണ്ടാവും. ഒരു ദിവസം ഭിക്ഷ എടുക്കാൻ പോകും. ഭിക്ഷ പോകുന്ന സ്ഥലത്തിൽ ഒരു ലേഡിയാണ്, വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അവിടെ പോയിട്ട് അവരുമായിട്ട് അദ്ദേഹം അങ്ങ് രസിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം. പക്ഷെ ചൈതന്യ മഹാപ്രഭു മനസ്സിലാകും, ആ ഛോട്ടാ ഹരിദാസ് തിരിച്ച് ആ പ്രസാദം അവരെ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് അരി കൊണ്ടുവന്ന് പാചകം ചെയ്ത് ചൈതന്യ മഹാപ്രഭുവിന് കൊടുത്തപ്പോൾ ചൈതന്യ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ മുഖത്ത് തന്നെ വരരുത്, എൻ്റെ ഫ്രണ്ടിൽ തന്നെ വരരുത്, ഇവിടുന്ന് പൊക്കോളണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിന് അവിടുന്ന് അയക്കും. അപ്പൊ എല്ലാവരും പറയും, ഛോട്ടാ ഹരിദാസ് ഠാക്കൂർ എന്താണ് അത്ര വലിയ തെറ്റ് ചെയ്തത്? അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ അദ്ദേഹം എന്താണ്, അവർ വയസ്സായ സ്ത്രീയാണ്, അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ചൈതന്യം വളരെ ചില കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു സന്യാസി, ഒരു ബ്രഹ്മചാരി ആണെങ്കിൽ സ്ത്രീകളെ ഇരുന്ന് മാറി തന്നെ ഇരിക്കണം. അദ്ദേഹം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് അത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്, ആ സ്ത്രീയുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു, സംസാരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് റിജക്ട് ചെയ്തു, ടോട്ടലി റിജക്ട് ചെയ്തു ചൈതന്യ മഹാപ്രഭു. കാണേ വേണ്ട, ആര് പറഞ്ഞിട്ട് കേട്ടില്ല, കാണേ വേണ്ട. അവസാനം ഈ ഛോട്ടാ ഹരിദാസ് സൂയിസൈഡ് ചെയ്തു, ഗംഗയിൽ പോയി വീണ് മരിച്ചിട്ട് ആ ഛോട്ടാ ഹരിദാസ് എന്താണ്, ചൈതന്യ മഹാപ്രഭുവിനെ ദർശനം എടുക്കാതെ കാണാതെ ഇരിക്കുന്ന ഈ ജീവൻ കൊണ്ട് എന്ത് പ്രയോജനമാണ്, അതിനെ കൊണ്ട് എനിക്ക് ഒരു യൂസും ഇല്ല, അതിനേക്കാളും ഞാൻ ഈ ശരീരം ത്യജിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ത്യജിക്കും. അപ്പൊ അവിടെ ഒരു ഭക്തന്റെ കോൺഷ്യസ് ആണ്. അദ്ദേഹം ഭൗതികമായ ഒരു വിഷയം കിട്ടിയില്ല, ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഈ ഒരു എസ്കേപ്പിസത്തിന് വേണ്ടിയിട്ടല്ല സൂയിസൈഡ് ചെയ്തത്. ഭഗവാനെ കിട്ടാതെ ഞാൻ എത്ര ജന്മം എടുത്തിട്ട് എന്ത് കാര്യമാണ്, ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റില്ല, ഭഗവാന്റെ ദർശനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ ശരീരം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്യും. പക്ഷെ എന്നിട്ട് ഇദ്ദേഹം ഡെയിലി വന്ന് ജഗന്നാഥ് പുരിയിൽ കടൽ തീരത്ത് വന്നിട്ട് ഇങ്ങനെ പാടും, ചൈതന്യ മഹാപ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്ത് പാടും. ആർക്കുമേ അറിയില്ല, ഡെയിലി ചൈതന്യ മഹാപ്രഭു പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോകും, എവിടെ പോകുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യും, ഛോട്ടാ ഹരിദാസ് പാടുന്നതിനെ കേൾക്കാൻ വേണ്ടിയിട്ട് കടൽ തീരത്ത് പോയിരുന്നു. പിന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ചൈതന്യ മഹാപ്രഭു എന്തിനാ രാത്രി പോയി കടൽ തീരത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹരിദാസിന്റെ കീർത്തനം കേൾക്കാനാണ്. അപ്പൊ ഭഗവാൻ എപ്പോഴും കാരുണ്യവാനാണ്. ഭഗവാൻ ആ മെർസി ആർക്ക് കൊടുത്തു, ഛോട്ടാ ഹരിദാസിന് കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ടീച്ചിങ്സ് നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾക്ക് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ, അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേ തന്നെ വേണം. എങ്കിലേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ, ഇത്രയും പ്രശ്നവും ദുരിതവും ഉള്ള ലോകത്ത് ഇരുന്ന് നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവോഷണൽ പ്രോഗ്രസ് എവിടെയോ തടസ്സം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമായിരിക്കും, ഈ മുരടിച്ച മരം പോലെയായിരിക്കും, നമുക്ക് വളർച്ച ഉണ്ടാവില്ല, അതിന് പൂവോ കായോ പഴമോ ഉണ്ടാവില്ല. അതിങ്ങനെ മരം അങ്ങനെ നിൽപ്പുണ്ടാവും, കാരണം അതിന് കൃത്യമായിട്ടുള്ള വളമോ വെള്ളമോ ഒന്നും കിട്ടാത്തതുപോലെ ആ മരം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ, ഈ ഫിലോസഫി മനസ്സിലാക്കിക്കൊണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ, കടുംപിടിത്തം പിടിക്കാതെ, വളരെ സിമ്പിളായിട്ട് കുറച്ചായിട്ട് ഗ്രാജുവലി നമ്മൾ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും.
അപ്പൊ നമ്മൾ ഒരുപാട് എരിവും പുളിയുമുള്ള ആഹാരമാണ് കഴിക്കുമെങ്കിൽ അതിനെ നമുക്ക് കുറച്ചിട്ട് കുറച്ചായിട്ട് കുറച്ച് ഒരു മീഡിയം ആയിട്ട് ഒരു സാത്വികമായിട്ട് ഒരു സ്പൈസ് നമ്മൾ കഴിക്കാം. ഇനി ഒരുപാട് വാചകം അടിക്കുന്നവരാണ്, അനാവശ്യമായ വാചകങ്ങൾ കുറച്ച് വിട്ടിട്ട് ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ പഠിക്കുക. ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയമുണ്ട്. പുസ്തകങ്ങൾ എഴുതും, പാട്ട് എഴുതും, ഇതാണ് നമ്മുടെ ഹോബിയാണെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അത് ഭഗവാനെ കുറിച്ച് എഴുതാനും കീർത്തിക്കാനും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഇന്റലിജന്റും ഇതെല്ലാം യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, അങ്ങോട്ട് കൃഷ്ണപ്രേമത്തിലോട്ട് നമ്മൾ മാറ്റണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ചോദിച്ചാൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, ലേറ്റായി. താങ്ക് യു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപാതരൂപ്യസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ.